ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഇരിങ്ങാലക്കുട സ്വദേശി CK ജോൺ സാറിനെയാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ ശുശ്രൂഷകളെ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഗുഡ്നസ് ടിവിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ജോൺ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറിനെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വയം പരിചയപ്പെടുത്താമോ? തീർച്ചയായും. എൻ്റെ പേര് CK ജോൺ, ബ്രദർ എന്ന് വിളിക്കും. യോഹന്നാൻ എന്നാണ് എൻ്റെ മാമോദിസ പേര്. എനിക്ക് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. 3 മക്കൾക്കും 3 കുട്ടികൾ വീതമുണ്ട്. അങ്ങനെ 9 പേരക്കിടാങ്ങളുണ്ട്. അവരെല്ലാവരും ഇരിങ്ങാലക്കുടയിൽ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതും വടക്കാഞ്ചേരിയിലാണ്. മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. മംഗലം എന്ന് പറയും ആ സ്ഥലത്തിന്. ടൗൺ വടക്കാഞ്ചേരി ആണെങ്കിൽ മംഗലം എന്ന് പറയും. അവിടെ വലിയൊരു തറവാട്ടിലാണ് ജനിച്ച് വളർന്നതും പഠിച്ചതും. മെട്രിക്കുലേഷൻ, അത് പഴയ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് ജോലി സംബന്ധമായി തൃശ്ശൂരിലേക്ക് വരികയും തൃശ്ശൂരിൽ നിന്ന് പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യുകയും അവസാനം ഇരിങ്ങാലക്കുടയിൽ താമസം നോക്കുകയും ചെയ്തു. ഇപ്പോൾ ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാം എന്ന സ്ഥലത്ത് ഞാനും ഭാര്യയും താമസിക്കുന്നു. മക്കളെല്ലാം അടുത്ത പ്രദേശത്ത് തന്നെ ഉണ്ട്. ടൗണിലുണ്ട്. വല്ലക്കുന്ന്, പുത്തഞ്ചിറ ഭാഗങ്ങളായിട്ട് വരുന്നു. 2 പെണ്ണും 1 ആണാണ് എനിക്കുള്ള മക്കള്. അതിലും മൂത്ത മകനും താഴെ 2 പെൺമക്കളുമാണ്. എല്ലാവരും കുടുംബസമേതം അടുത്ത സ്ഥലങ്ങളിൽ തന്നെ താമസിക്കുന്നു സന്തോഷമായിട്ട്. സാറ് നവീകരണത്തിലേക്ക് കടന്നു വന്നത് എന്നായിരുന്നു? ഞാൻ നവീകരണത്തിലേക്ക് കടന്നു വന്നത് ഏകദേശം 35 വർഷങ്ങൾക്ക് മുന്നേ. പോട്ട ആശ്രമം തുടങ്ങിയ കാലഘട്ടത്തിലാണ് അവിടെ പോയി ധ്യാനത്തിൽ പങ്കുകൊള്ളാനും അങ്ങനെ എല്ലാ അവസരങ്ങളുണ്ടായി. അങ്ങനെയാണ് നവീകരണത്തിലേക്ക് കടന്നു വന്നത്. നവീകരണത്തിൽ കടന്നു വന്നതിന് ശേഷം സാറിന്റെ വിളി തിരിച്ചറിഞ്ഞു. സാറ് ഇന്ന് രോഗികളുടെ ഇടയിലൊക്കെയാണ് കൂടുതൽ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. നവീകരണത്തിൽ കടന്ന ശേഷം വന്ന് ഞാൻ എൻ്റെ ഫോൺ വഴിയായും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അങ്കമാലി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂട്ടുകാരന് വേണ്ടി, ബോംബെയിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത്, എൻ്റെ കൂട്ടുകാരൻ, അമ്മ അങ്കമാലിയിൽ താമസിക്കുന്നു. അമ്മയ്ക്ക് 25 വർഷമായിട്ട് അസുഖമാണെന്നും പറഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പേര് കണ്ടിട്ട് പോലും കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേട്ടതാണ്. അങ്ങനെ ഈ സുഹൃത്തിൻ്റെ അമ്മ എന്നെ ഫോണിൽ വിളിക്കുകയും അങ്കമാലിയിൽ നിന്ന് ഫോണിൽ വിളിക്കുകയും 7 മണിയോടുകൂടി വിളിച്ച സന്ധ്യയ്ക്ക്. അത് സന്ധ്യയ്ക്ക് വിളിച്ച് അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ഫോണിൽ കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അങ്ങനെ അന്നത്തെ അവസാനിച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് അവരുടെ അസുഖം 25 വർഷമായിട്ടുണ്ടായിരുന്ന സോറിയാസിസ്, ശരീരം മുഴുവൻ പഴുത്ത് ദൃഢമായിട്ട് എന്നുള്ള അവസ്ഥ മാറി കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ 7 മണിക്ക് പ്രാർത്ഥിച്ചു, 15 മിനിറ്റുള്ള അവരുടെ അസുഖം മാറി. അത് പിറ്റേ ദിവസമാണ് അവർ വിളിച്ചു പറയുന്നത്. അപ്പം അങ്ങനെയാണ് എനിക്ക് അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടാണ് ഇപ്പം ഇത് പറഞ്ഞത്. പിന്നെ ഒരു ഗർഭിണി, വേറെ സുഹൃത്ത് പറഞ്ഞു ആളുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അബോർഷൻ മിഷൻ ഹോസ്പിറ്റൽ, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അന്ന് കൊച്ചിനെ അബോർഷൻ ചെയ്ത് കളയാണെന്ന് പറഞ്ഞു. കാരണം കൊച്ച് ശരിയായ രീതിയിലല്ല കിടക്കുന്നതെന്നും സ്കാൻ ചെയ്തപ്പോൾ അന്ന് ഓപ്പറേഷൻ്റെ ഡേറ്റിലാണ് എന്നെ വിളിച്ചു പറയണേ, ചേട്ടാ ഒന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഞാൻ അവന് മുന്നേ അറിയില്ല, കണ്ടിട്ടില്ല, കേട്ടു. അപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ്റെ ഫിക്സ് ചെയ്ത് അന്നാണ് ഒരു 7 മണിക്കാണ് എന്നോട് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു രാവിലെ 7 മണിക്ക് 8 മണിക്ക് ഓപ്പറേഷൻ വെച്ചിട്ടുണ്ട്,
ചേട്ടൻ ഒന്ന് പ്രാർത്ഥിക്കണം, ഇന്ന മാതിരിയാണ് കേസ്, അവർ ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അമ്മയോ കുഞ്ഞു ആരെങ്കിലും ഒരാൾ മരിക്കും, രണ്ടുപേരും മരിക്കും എന്നുള്ള സാധ്യത, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ഇവരെ ആദ്യമായിട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്തായാലും ഈശോയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, അകലെയായിരിക്കുന്നത് നോക്കണ്ട. ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ ഓപ്പറേഷൻ മുന്നേ ഒന്ന് സ്കാൻ ചെയ്യാൻ പറയണം, ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അവർ ഓപ്പറേഷൻ നടക്കുക. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചുള്ളതാണ്, ഡേറ്റ് തന്നതാണ്. അപ്പോൾ അവർ ഓപ്പറേഷൻ മുന്നേ സ്കാൻ ചെയ്തപ്പോൾ അമ്മയും കൊച്ചിന് യാതൊരു കുഴപ്പമില്ല, പ്രശ്നങ്ങൾ തീർന്നിരിക്കുന്നു. അതായത് പൊക്കിൽ കൂടി ചുറ്റി കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇത് പഠിച്ചില്ലെങ്കിലും ഈശോ എനിക്കെല്ലാം വെളിപ്പെടുത്തി തരും. അപ്പം അങ്ങനെയാണ്, അത് വേറെ വലിയൊരു അനുഭവം. അത് തൃശ്ശൂരുള്ള ആരംഭകാലത്തുണ്ടായ ഒരു അനുഭവം തന്നെയാണ്. പിന്നെ അതുപോലെ എൻ്റെ സുഹൃത്തുക്കള് പലരും വിളിക്കും, അവരുടെ അസുഖം ഉണ്ടെങ്കിൽ വിളിക്കും. അതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്, ഹെർണിയ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഓപ്പറേഷൻ ചെയ്യണ്ട, ഈശോ മാറ്റി തരും. അപ്പം ആലുവക്കാരനാണ്, ഇവിടെ വന്നിട്ടുണ്ട്, ആലുവയിൽ നിന്നുള്ള ആണ്. അപ്പം ഞാൻ പറഞ്ഞു നീ ഇപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചിട്ട് വെള്ളം കുടിച്ച് കഴിയുമ്പോഴേക്കും നിന്റെ ഹെർണിയ പോകും. അപ്പം അതിന് മുമ്പ് എല്ലാം ഡേറ്റ് വരെ തീരുമാനിച്ചാണ് ഓപ്പറേഷന്, വേറെ ഒരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തന്നെ ഞാൻ ഫോണിൽ കൂടെ രാത്രി 8 മണിയോടെയാണ് എന്നെ വിളിക്കുന്നത്. പ്രാർത്ഥിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ മുഴകളും ഇല്ല, അതൊക്കെ അപ്രത്യക്ഷമായി. അത് കഴിഞ്ഞ് ഡോക്ടറെ ഡോക്ടറെ കാണിച്ച് റിപ്പോർട്ട് മേടിക്കാൻ പറഞ്ഞു, മാറി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഡോക്ടർമാർ കൊടുക്കാൻ തയ്യാറായില്ല. അവരെ സ്കാൻ ചെയ്തു, രണ്ടാം ചെക്ക് ചെയ്തു, ഹെർണിയുടെ ഒരു തരി പോലും ഇല്ല, കംപ്ലീറ്റ് മാറി. ആ വ്യക്തി ഇവിടെ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ചാലക്കുടി പോട്ട ചൗക്കയിൽ താമസിക്കുന്ന ഒരു മകന് ഇങ്ങനെ അപസ്മാര രോഗിയാണ്. അപ്പോൾ ഒരു 20 വയസ്സ് പ്രായമുണ്ട് ആ പയ്യന്. അപസ്മാര രോഗി എന്ന് പറഞ്ഞാൽ മരണം വരെ കഴിച്ചാലും അപസ്മാരം ഒരിക്കലും മാറില്ല. ഡോക്ടർമാരൊക്കെ അവരെ പേടിപ്പെടുത്തും, നിങ്ങളുടെ അസുഖം ഒരു ദിവസം മുടങ്ങരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം 20 വയസ്സായിട്ട് അവന് ഒരു ജോലിക്ക് പോകാനോ ഒന്നും ചെയ്യാനോ ഉള്ള ഇതില്ല. ഒരു മാനസിക രോഗികളെ പോലെയാണ് നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ജോണേട്ട ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോന് ഇങ്ങനെ അസുഖമാണെന്ന് അവൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപസ്മാരം മാറിയെന്ന് മാത്രമല്ല, മെഡിക്കലായി ജോലിക്ക് പോയി തുടങ്ങി, പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. ഇപ്പോൾ ഗൾഫിൽ നല്ല വലിയൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഒന്നിനും കഴിവില്ലാതെ നടക്കുന്ന അവർക്ക് ഈശോ കൊടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിലെ എന്ത് കാര്യം. അങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ ഈ പയ്യന് തന്നെ കണ്ണിൽ പരിക്ക് പറ്റി. അവൻ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ കണ്ണിൽ പരിക്ക് പറ്റി, കണ്ണിൻ്റെ കാഴ്ച പോകേണ്ട ഘട്ടം വരുത്തി. അപ്പോൾ പറഞ്ഞു എന്നെ വിളിച്ചു, ഇങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്, ഡോക്ടർമാർ വേറെ മാർഗ്ഗമൊന്നുമില്ല, കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് എന്നെ നിങ്ങൾ കൊണ്ടുപോവാ, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഈശോ അപ്പം തന്നെ മാറ്റിത്തരും. അപ്പം എനിക്കറിയില്ല സ്റ്റേജ് എന്താണെന്നുള്ളത്, പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിലെത്തിരിക്കുക. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ വീട്ടിൽ ചെന്നു, പ്രാർത്ഥിച്ചു. അപ്പം തന്നെ സൗഖ്യം കിട്ടി. അപ്പം തന്നെ ഡോക്ടറെ കണ്ട് പരിശോധിക്കാൻ വേണ്ടി സർജനെ കാണിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അവർ ഇപ്പോൾ കുഴപ്പമില്ല, ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ സൗഖ്യം കിട്ടി. അതിനൊക്കെ സാക്ഷികളായിട്ടുള്ളവർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഒരു കുടുംബത്തിൽ തന്നെ ബന്ധുക്കളും അവരൊക്കെ ആയിട്ടാണ്. പിന്നെ ഞാനൊരു ദിവസം ടൗണിൽ കൂടെ വണ്ടി ഓടിച്ച് വരുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്ത്, ടൗണിലത്തെ ഒരു സുഹൃത്ത് നടന്നു വരുന്നു. അപ്പോൾ ഒരു കൊട കയ്യിൽ കുത്തിപ്പിടിച്ച് ഒരു വശം ചെരിഞ്ഞാണ് നടന്നു വരുന്നത്. ടൗണിൽ തന്നെ താമസിക്കുന്നു, ആളുടെ കടയിലേക്ക് വരികയാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ രണ്ട് കാൽമുട്ടും തേയ്മാനാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയണത്, കുനിഞ്ഞേ നടക്കുള്ളൂ, അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞ് നടക്കും. അപ്പോൾ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഞാൻ കടയിലേക്ക് വരാം, ഈശോ ഓപ്പറേഷൻ നടത്തി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് സർജറി ചെയ്തുതരാം, എനിക്ക് തിയേറ്ററൊന്നും വേണ്ട, ഒരു ടേബിള് ഒരു ചെയറും തന്നാൽ ഞാൻ സർജറി ചെയ്തുതരാമെന്ന് പറഞ്ഞു. ടേബിൾ വേണ്ട, ഒരു ചെയർ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ കടയിലേക്ക് പോരാന്ന് പറഞ്ഞു. അങ്ങനെ കടയിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഒരു 15 മിനിറ്റോളം പ്രാർത്ഥിച്ച് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആളുടെ 2 മുട്ടും ശരിയായി. ഇപ്പോഴും ആൾ ജീവിച്ചിട്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് എത്തിയില്ല. ഇപ്പോൾ 90 വയസ്സുണ്ട്. നടന്ന് തന്നെ കാര്യങ്ങൾ നടന്ന് എല്ലാവരും നടന്നെത്തും, യാതൊരു സന്തോഷത്തോടുള്ളിരിക്കണം. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. സാറ് സാധാരണയായി രോഗികളെ ഫോണിലൂടെയൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി അവരെ രോഗികളെ കണ്ട് സാറ് പ്രാർത്ഥിക്കാറുണ്ട്.
ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലിരിക്കരുത്, അന്വേഷിച്ച് കണ്ടെത്തി ചികിത്സിക്കണം. പിന്നെ ഞാൻ ഹൈ ക്വാളിഫിക്കേഷനുള്ള ഡോക്ടറല്ല. അതുകൊണ്ട് ഞാൻ രോഗികളെ അന്വേഷിച്ച് കണ്ടെത്തി ബസ് സ്റ്റാൻഡ്, ആസ്പത്രികൾ, റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റ്, ഇറച്ചി മാർക്കറ്റ്, മീൻ മാർക്കറ്റ്, ഇവിടെയെല്ലാം നടന്ന് രോഗികളെ കണ്ടെത്തി ചേട്ടന് ഇന്ന അല്ലെങ്കിൽ അനിയൻ ഇന്ന അസുഖമുണ്ട്, ഈശോപ്പ് മാറ്റിത്തരും അനുവദിക്കുകയാണെങ്കിൽ. അപ്പോൾ പറയും ചേട്ടാ എന്നാ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെ അവിടെ വെച്ച് മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് രോഗികളെ സുഖപ്പെടുത്തി 130 രോഗികളെ 3 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് രോഗിനെ കണ്ടെന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥ. 6 മാസമായിട്ട് ആസ്പത്രിയിൽ സ്ഥിരവാസമായിരിക്കുക. കാരണം ശരീരം മുഴുവൻ പഴുത്ത് വ്രണായി കിടക്കുന്നു. കണ്ണു തുറന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ലോകം മുഴുവൻ കറങ്ങണ പോലെ തോന്നും. സ്വന്തമായിട്ടൊരു ഗ്ലാസ് വെള്ളം എഴുന്നേറ്റിരിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ രോഗി. കെട്ടിടം പണിക്കാരനാണ്. അയാൾ കെട്ടിടം മുകളിൽ വീണു. മുരിയാടാണ് വീടായിട്ട് വീണിട്ട് നടുവൊടിഞ്ഞ് അങ്ങനെ അവസ്ഥയിൽ കിടക്കുന്നു. 6 മാസമായിട്ട് സ്ഥിരമായിട്ട് കട്ടിലിൽ തന്നെ കിടക്കുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അവർ ഹിന്ദുസാണ്. അപ്പം ഞാൻ അവിടുത്തെ ആളുടെ ഭാര്യ ഇരിക്കണു. ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്, ഞാൻ പ്രാർത്ഥിക്കണോണ്ട് എന്തെങ്കിലും ഇതുണ്ടോ? ഞാൻ ഹിന്ദുക്കളാണല്ലോ. ചേട്ടാ പ്രാർത്ഥിച്ചു, ഞങ്ങളിവിടെ കണ്ണു തുറക്കാനും പറ്റില്ല, ശരീരം പഴുത്ത് വൃണായിട്ടിരിക്കുക. അപ്പോൾ ചേട്ടൻ പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് രോഗിനെയാണ് അവിടെ ചെന്ന് തിയേറ്ററിന് തൊട്ട് അയാൾ കിടക്കുന്നത്. അങ്ങനെ കണ്ട് പ്രാർത്ഥിച്ചു. ഒരു 15 മിനിറ്റ് പ്രാർത്ഥിച്ചു. ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഇവിടുന്ന് ഞാൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി നടന്ന് പിന്നീട് ഒരു 120 പേര് വെള്ളം ഞാൻ മൊത്തം ഒന്ന് പ്രാർത്ഥിച്ചു. ആസ്പത്രിയിൽ മുഴുവൻ വാർഡിൽ മുഴുവൻ നടന്നിട്ട്. അതിന് ദൈവം എനിക്ക് അവസരം തന്നു, ഞാനത് ഉപയോഗപ്പെടുത്തി. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു 2-3 മണിക്കൂർ തിരിച്ചു വന്ന് ഈ രോഗിയുടെ അടുത്ത് ഞാൻ അന്വേഷിച്ചു എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റിരുന്ന് കണ്ണു തുറന്ന് ചായ കുടിക്കുന്നു. ശരീരത്തിലെ വ്രണങ്ങളൊക്കെ കരിഞ്ഞുപോയി. പഴുത്ത് മണ്ണടിച്ചിരുന്നും കൂടെ എല്ലാം ഉണങ്ങിപ്പോയി. ഈശോ സുഖപ്പെടുത്തി. അപ്പോൾ തന്നെ എഴുന്നേറ്റിരുന്ന് കണ്ണു തുറന്ന് ചായ കുടിക്കണം. ഭാര്യ ചായ മേടിച്ചോട്ട് കുടിക്കണം. അങ്ങനെ ഒരു കാഴ്ചയോട് എനിക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ മരണാവസ്ഥയിലിരിക്കുന്ന ഒരു 4ഓളം വ്യക്തികൾ പഴുത്ത് വ്രണമായിട്ട് മക്കളോ ഹോം നഴ്സിനെ വെച്ചിരിക്കുന്നു, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നു, ഇത് ചെയ്യുന്നു, മരുന്ന് വെച്ച് കെട്ടുന്നു. എന്നിട്ടും പഴുത്ത് വ്രണമായി കിടന്ന് വളരെ അവസ്ഥയിലുള്ള അത്രയും ദയനീയ അവസ്ഥയിലുള്ള ഒരു 3 രോഗികളെ ഈശോ സുഖപ്പെടുത്താൻ ഞാൻ വഴിയെ സുഖപ്പെടുത്താൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പലയിടത്തും ചെന്ന മരണാസന്നനായി കിടക്കുന്ന രോഗികളാണെങ്കിൽ ഞാൻ ചെന്ന അന്ന് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് മരിക്കും. അല്ലെങ്കിൽ അപ്പം അങ്ങനെ അവസ്ഥയിലാണല്ലോ ഞാൻ ചെല്ലുക. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ ആരെങ്കിലും എന്നെ അറിയിച്ചാൽ ഞാൻ വരാമെന്ന് അങ്ങനെ ഞാൻ മുന്നേ പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പഴുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ വ്രണങ്ങൾ ഉണങ്ങണു, അവരുടെ വിഷമം മാറണു, അവർ പുതിയൊരു ഇതാവണു. അവർ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം അവർ മരിക്കണം സന്തോഷത്തോടു കൂടി. ഈ മരണാവസ്ഥയിലുള്ള രോഗികൾക്ക് ഒരു ഇതുണ്ട്, അവരുടെ ആത്മാവ് എപ്പോഴും ഇങ്ങനെ ഇവിടുന്ന് വിട്ടുപോകില്ല. അതിന് കാരണമുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് ഭയമുണ്ട്. ആ ഭയം മാറിയാലേ അവർ ശരീരത്തിൽ നിന്ന് മരണം ശരിക്കും മരിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളിങ്ങനെ കിടക്കില്ല, ഇങ്ങനെ വേവലാതി പിടിച്ച് കിടക്കുള്ളൂ. എനിക്കത് മനസ്സിലാക്കി തന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് അവസരം കിട്ടിയപ്പോൾ അങ്ങനെ ഒരു 3-4 രോഗികളെ എനിക്ക് ശുശ്രൂഷിച്ച് ഈശോയെ കൊടുത്ത്. ഹിന്ദുസാണ്, ജാതിയൊന്നും നോക്കില്ല. പിന്നെ ചിലയിടത്ത് പറഞ്ഞു മക്കൾ നോക്കില്ല, അവരുടെ മകനായിട്ട് തന്നെ ഞാൻ മകനാണ്. അങ്ങനെ അവർക്ക് സൗഖ്യം കൊടുക്കാൻ പല അവസരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈശോ ഒരുക്കി തന്നിട്ടുണ്ട്. അല്ല ഇപ്പം എൻ്റെ കഴിവൊന്നും ഞാൻ വരില്ല. കാരണം ഞാൻ എല്ലാ ഇതും എനിക്ക് വെളിപ്പെടുത്തി തരും. അത് അപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത് നിനക്ക് ചെയ്യാൻ കഴിയത്തൊന്നുമില്ല. ഞാൻ അപ്പോൾ ഈശോ മുന്നേ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തതിന് വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഇത് വാക്ക് പറഞ്ഞിട്ടാണ് അന്ന് ഈശോ പോയത്. അപ്പോൾ അത് പലർക്കും ഓർമ്മയില്ല, പക്ഷെ അത് പലർക്കും അറിയില്ല. ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തി ശുശ്രൂഷ ചെയ്യണം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറ് ദേവാലയവുമായി ചേർന്നുള്ള സാറിന്റെ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? ദേവാലയമായിട്ട് ചേർന്ന് ഞാൻ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും.
അത് മുടക്കം വരുത്താറില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞാൻ ഇവിടുന്ന് പിന്നെ ലഹരിക്ക് അടിമപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ ശുശ്രൂഷകൾക്ക് കൊണ്ടുവരും. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ സംഘടനകളിൽ ഇവിടുത്തെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റുകളിലെ മെമ്പറാണ്, മദ്യവിരുദ്ധ സമിതിയിലെ ദേവാലയത്തിലെ മെമ്പറാണ്, സീനിയർ സിറ്റിസണിലെ മെമ്പറാണ്. പക്ഷേ ഞാൻ ഒരു സ്ഥാനം വഹിക്കുന്നില്ല. കാരണം സ്ഥാനത്തോട് വഹിച്ചാൽ എനിക്ക് എൻ്റെ ശുശ്രൂഷയ്ക്ക് അവസരങ്ങൾ പലതും നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ എല്ലാവരും പങ്കെടുക്കും. പിന്നെ ഇവിടുത്തെ തന്നെ ഈ ഇരിങ്ങാലക്കുട രൂപതയിലെ മിക്കവാറും പ്രേക്ഷിതരെ ഞാൻ പള്ളിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതിനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നിങ്ങൾ കുർബാനയ്ക്ക് വരണം, പള്ളിയിൽ പോകണം, പിന്നെ പ്രാർത്ഥിക്കണം, ദൈവം എല്ലാം നടത്തി തരും, ദിവസം കുർബാന കാണണം. അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പലർക്കായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരുടെ സ്നേഹവും, പ്രത്യേകിച്ച് എന്നെ കണ്ടാൽ എല്ലാവരും എന്തോ എനിക്കറിയില്ല, എല്ലാവർക്കും എന്നോട് വലിയൊരു സ്നേഹമാണ്. അത് ചെറുപ്പം മുതൽ. കാരണം ചെറുപ്പകാലത്തിൽ തന്നെ എനിക്ക് 3 അമ്മമാരായിരുന്നു. എൻ്റെ അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അതിനുശേഷം 3 അച്ഛന്മാരുണ്ട്, അമ്മാവന്മാരെന്ന് പറയും. ഈ 3 അമ്മാവന്മാരും അവരുടെ ഭാര്യമാരും എൻ്റെ അമ്മയായിരുന്നു. നാട്ടുകാരും മുഴുവൻ എൻ്റെ അമ്മമാരായിരുന്നു. എന്താ ദൈവം അങ്ങനെ ഒരു ഇതിലാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അന്ന് തന്നെ ഞാൻ ആ ചെറുപ്പകാലത്ത് തന്നെ മറ്റുള്ളവർക്ക് സഹായിക്കുന്ന എന്തുണ്ടെങ്കിലും ഞാൻ ചെന്ന് സഹായിക്കും, ഒരു പ്രതിഫലം മേടിക്കാതെ. കാരണം അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ അവിടെ നിന്നും പണം മേടിക്കാം. പക്ഷെ പള്ളികൾക്ക് ചാനലിൽ അവർക്ക് സംഭാവന കൊടുക്കുന്നവർ പലരെ കൊണ്ടും അയപ്പിക്കാറുണ്ട്. ഞാനും എൻ്റെ ഇതനുസരിച്ച് ഞാനും കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് അന്ന് അവസരങ്ങളുണ്ടായിരുന്നു, ഞാൻ കൊടുക്കാൻ പറ്റി കൊടുത്തു. ഇപ്പം പലരെ കൊണ്ടും കൊടുപ്പിക്കുന്നുണ്ട്. ചാനലുകൾക്ക് സഹായിക്കണം, പള്ളിക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ദൈവ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിത്യവും നമുക്ക് കാണാൻ സാധിക്കും. സാറിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ? ഞാൻ 72 എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ പാലക്കാട് ജില്ലയിലായിരുന്നു ഭാര്യ ജോലി ചെയ്തിരുന്നത്. സ്കൂൾ ടീച്ചറായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയൊരു ദൈവാനുഭവമാണ് അത്. സാധാരണക്കാർക്കൊന്നും പറഞ്ഞാൽ, കാരണം അത് അന്ന് ഒരു ഒറ്റ സ്കൂളിലുള്ള ഇതിലാണ് വർക്ക് ചെയ്തിരുന്നത്. 5 ടീച്ചേഴ്സാണ് ഉള്ളത്. ആ 2-3 വിവാഹം കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ പോയി. അങ്ങനെ വൈഫിനെ വേറെ ഗവൺമെൻറ് സ്കൂളിലേക്ക് വന്നു. പാലക്കാട് ജില്ല, ഞങ്ങൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അവിടെ വീടെടുത്ത് താമസിച്ചപ്പോൾ വീട്ടിൽ കള്ളം കയറി ഞാനും വീട് പൂട്ടിയിട്ട് വന്നു. അങ്ങനെ ആ അവസരം വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഞങ്ങൾക്ക് ഇരിങ്ങാലക്കുടയിൽ വീടിനടുത്ത് സ്ഥലം മേടിച്ച് താമസിച്ച് ഇവിടെ ഉള്ളൊരു ഇത് ഒരുക്കി തരണം എന്ന് പറഞ്ഞു. ആ അവസരത്തിൽ ഞാൻ ചെന്നു, അതിന് പോയി നടന്നു. ആ പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്തിരുന്നവർ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവർ ഇരിങ്ങാലക്കുട ടൗണിൽ തന്നെ ഇവിടെ വീടിനടുത്ത് സ്കൂളിലേക്ക് ഒരു മാറ്റം വന്ന് ജോയിൻ ചെയ്യാൻ അവസരം ഉണ്ടാക്കി. അത് വലിയ അനുഭവം തന്നെയാണ്. കാരണം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സ്കൂൾ ടീച്ചർക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതും ദൈവം ഒരുക്കി തന്നു. അങ്ങനെ അവസരങ്ങളുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇരിങ്ങാലക്കുട സ്ഥിരതാമസമാക്കിയിട്ട്. വൈഫ് റിട്ടയർ ചെയ്തിട്ടപ്പോൾ 24 വർഷം കഴിഞ്ഞു. സ്കൂൾ ജോലി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഞാനും സ്വന്തമായിട്ടുള്ള ഇതിലൊക്കെ ഇങ്ങനെ നടന്ന് ജീവിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരു അഡ്രസ് ആണെങ്കിലും ഞാൻ പ്രധാനമായിട്ട് ചെയ്തിരുന്നത് രോഗി ശുശ്രൂഷയാണ്. പേര് ജോലി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. 6-7-8 മണിക്കൂർ റോഡിലായിരിക്കും മാർക്കറ്റ്. ഇങ്ങനെ നടന്ന് വഴിയിൽ കണ്ട രോഗികളെ സംസാരിച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുക. ഈ സൗഖ്യം തരും. ഈ സഹോദരങ്ങളെല്ലാം ജോൺ സാറിൻ്റെ ശുശ്രൂഷകളെ അനുഭവിച്ചറിഞ്ഞവരാണ്. നമ്മൾക്ക് ഇവരെ ഒന്ന് ശ്രവിക്കാം. എൻ്റെ പേര് ജോളി. ഞാൻ അശോകപുരം പള്ളിയിലെ കപ്പ്യാരാണ്. ഞാനും ജോണേട്ടനായിട്ട് വർഷങ്ങളോട് മുമ്പുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബന്ധുവാണ്. അപ്പം ഞങ്ങളുടെ പല വിവാഹങ്ങളിലായിക്കോട്ടെ പല ആഘോഷങ്ങളിലും ജോണേട്ടനായിട്ട് ബന്ധപ്പെടുമ്പോൾ ജോണേട്ടൻ ആ സമയത്ത് തന്നെ സഡൻലി വന്ന് രോഗികളെ അല്ലെങ്കിലും ജോണേട്ടൻ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥനാ മനോഭാവമുള്ള കാരണം എൻ്റെ മക്കളെയും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ മകനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ചെവിയിലെ പൊട്ടി ഒഴുകി അവൻ വർഷങ്ങളോളം ചികിത്സ ചെയ്തായിരുന്നു, മാറണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി ഗ്രൂപ്പിൽ ഞങ്ങൾ വീട്ടിലിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകൻ പറയുന്നത്, ജോണേട്ടൻ പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പ എൻ്റെ ചെവിയിൽ നിന്ന് ആ ഒഴുക്ക് നിന്ന് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ജോണേട്ടനോടൊരു കൂടുതലൊരു ഫീലിങ്സ് ഉണ്ടാവുന്നത്.
അപ്പോൾ അതിനുശേഷം ഞാൻ ജോണേട്ടനായിട്ട് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. ജോണേട്ടൻ എന്നെ വിളിക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് ഈ കുറച്ച് നാളുകൾ മുമ്പ് ഹെർണിയ എന്ന് പറഞ്ഞൊരു അസുഖം വന്നിരുന്നു. ഇതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ വരെ അത് പറഞ്ഞതാണ്. അപ്പം ഞാനത് ഓപ്പറേഷനൊക്കെ പോണതിന് മുമ്പ് ജോണേട്ടനെ ഒന്ന് വിളിച്ച് ഇങ്ങനെ വെറുതെ ഒന്ന് സൂചിപ്പിച്ച്. അപ്പോൾ ജോണേട്ടൻ പറഞ്ഞു, നീ ഹോമിയോൻ്റെ മരുന്ന് കഴിക്കണതല്ലേ അതേന്ന് പറഞ്ഞ്, നീ ഓപ്പറേഷൻ ചെയ്യണ്ടടാ, നീ ആ ഹോമിയോൻ്റെ മരുന്ന് നീ ഒന്ന് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് സർവസ്നാതാവ് എത്തിച്ച് ആ മുഴയുമ്പോൾ ഒന്ന് കുരിശ് വരച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ചെയ്ത് അത്ഭുതം എന്ന് പറയട്ടെ, ഞാനത് പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ മുഴ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി. ഇതൊക്കെ പറഞ്ഞ് എന്നെ രണ്ടാമത് ഡോക്ടറോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഭയങ്കര പാടുപെട്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ജോണിച്ചേട്ടൻ്റെ ആ പ്രാർത്ഥന കൊണ്ട് മാറിയതായിരിക്കും. ഞാൻ അതിനുശേഷം കൂടുതൽ ജോണേട്ടനായിട്ട് കൂടുതൽ അടുക്കാനും ഇതുപോലുള്ള ആ ഒരു ഇതിനു വേണ്ടി എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് വിൻസെൻ്റ് കണ്ടംകുളത്തി, ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ്. ജോണേട്ടനും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. ഞാനും ആത്മീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, വചനപ്രഘോഷണവും പോട്ടയിലെ ആശ്രമത്തിലൊക്കെ. അപ്പോൾ ജോണേട്ടന് എനിക്ക് അതിശയകരമായ രീതിയിൽ ജോണേട്ടനിൽ നിന്നൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ഒരു എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ മരുമകൾ ഖത്തറിൽ ജോലിയായിരുന്നു, ജോലിയൊക്കെ കളഞ്ഞ് നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. പിന്നെ ന്യൂസിലൻഡിൽ പോകാനായിട്ട് ട്രൈ ചെയ്യാം, എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല, ടെസ്റ്റുകളൊന്നും പാസ്സാകുന്നില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ജോണേട്ടൻ മരുമകളെ ഇരുത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചില ഉപദേശങ്ങൾ കൊടുത്തു. ജോണേട്ടൻ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ചായ കുടിച്ച് പിരിഞ്ഞു. എന്തിനധികം പറയുന്നു, ഒട്ടും താമസിയാതെ എല്ലാം ശരിയായി. ഇന്ന് മരുമകളും കുടുംബവും മകനും കുടുംബവും ഒക്കെ ന്യൂസിലൻഡിൽ വളരെ നല്ല ജോലിയോടുകൂടെ സെറ്റിലായിരിക്കുകയാണ്. ഞാൻ ഈ അവസരത്തിൽ ജോണേട്ടനോടും ദൈവത്തോടും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. എൻ്റെ പേര് ജോയ് ജോസഫ് നെയ്യൻ. ഞാൻ ഔട്ടത്തൂർ ഇടവക്കാരനാണ്. എൻ്റെ വീട്ടിൽ ബ്രദറായിട്ട് വന്നു ജോണേട്ടൻ. ഇപ്പം എൻ്റെ അപ്പച്ചനായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ദിവസം കാണാതെ പറ്റില്ല. കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥനയിലും കാര്യങ്ങളും ദിവസം പള്ളിയിൽ പോവും ഒക്കെ ചെയ്യും. എൻ്റെ പേര് ഡേവിസ് കാരാത്രക്കാരൻ, മുരിയാട് ഇടവകയാണ്, ഇരിഞ്ഞാലക്കുട രൂപതയിൽ കരിസ്മാറ്റിക് സർവീസ് ടീമിലെ അംഗമാണ്. ഞാൻ ജോണേട്ടനായിട്ട് 3 വർഷമായിട്ട് പരിചയമുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് ക്യാൻസറായിട്ട് 3ാമത്തെ സ്റ്റേജായിരുന്നു. അപ്പോൾ ഭയങ്കര വേദനയായിട്ട് ഇനി പാലിയേറ്റീവ് കെയറിൽ മാത്രം കൊണ്ടുപോയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ് ഡോക്ടർമാർ. അപ്പോൾ ഭയങ്കര വേദനയായിട്ട് ഭർത്താവ് വരെ ലീവ് എടുത്ത് മകളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോണേട്ടനെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ ക്യാൻസറിൻ്റെ വളരെ 3ാമത്തെ സ്റ്റേജാണ്, ഭയങ്കര വേദന കൊണ്ട് നിൽക്കപ്പെടുന്നില്ല, കിടക്കാനും പറ്റില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ ജോണേട്ടൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞു. ആ വെള്ളം എടുത്തിട്ട് ആൾ ഫോണിൽ കൂടെയാണ്, ഞാൻ അവിടെ നിന്ന് വെള്ളം കയ്യിലെടുത്തു. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സർവസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ട് യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളം മകൾക്ക് കൊടുക്കാൻ പറഞ്ഞു. മകൾ ആ വെള്ളം കുടിച്ചു. പിന്നെ 3 വർഷമായിട്ട് ഇന്ന് വരെ വേദന എന്നൊരു സംഭവം മകൾക്ക് ഉണ്ടായിട്ടില്ല. ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും വേദന എന്നൊരു സംഭവം പിന്നെ ഉണ്ടായിട്ടില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ. ജോണേട്ടനും പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ പേര് ഷാജു ജോൺ. ഞാൻ ചാലക്കുടി എന്ന് പറഞ്ഞാൽ വരുന്നത്. ഞാൻ ജോണേട്ടനായിട്ട് ഏകദേശം ഒരു 17 കൊല്ലത്തെ പരിചയമുണ്ട്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനാനുഭവങ്ങൾ ജോണേട്ടനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു അനുഭവം പങ്കുവയ്ക്കാം. എൻ്റെ അമ്മ വീണിട്ട് തണ്ടലിൽ പൊട്ടി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പക്ഷെ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഒരു 3-4 മാസം കൊണ്ട് തനിയെ മാറും എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ വിട്ടത്. അപ്പോൾ ജോണേട്ടനോട് കാര്യം പറഞ്ഞു. ജോണേട്ടനും വൈഫും കൂടി വീട്ടിലോട്ട് വന്നിരുന്നു, പ്രാർത്ഥിച്ചു, പോയി. 10 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ എഴുന്നേറ്റ് സാധാരണ രീതിയിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഇതുകൂടാതെ പല അനുഭവങ്ങളുണ്ട്, സമയക്കുറവ് മുഖാന്തരം അത് പറയുന്നില്ല. എൻ്റെ പേര് ജോസഫ്, ഇരിഞ്ഞാലക്കുട വീട്. ജോൺ സാറിനെ പരിചയപ്പെട്ടിട്ട് 10 വർഷത്തോളമായി. സാറിലൂടെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ സംഘടനകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. മധ്യവീർ സമിതിയിലും പാലിയേറ്റീവ് കെയറിലും അങ്ങനെ സ്നേഹതീരം പോലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കാനായിട്ട് ജോൺ സാറ് എനിക്കൊരു വഴികാട്ടിയായിരുന്നു. ഒരു ഗോഡ് ഫാദറാണ്. എൻ്റെ ഫാദർ മരിച്ചതിന് ശേഷം ജോൺ സാറിൻ്റെ പല ഉപദേശങ്ങളും എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നിട്ടുണ്ട്. എൻ്റെ പേര് സൈമൻ. ഞാൻ ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൻ്റെ ഭാഗത്ത് താമസിക്കുന്നത്. ഞാൻ മധ്യവീർ സമിതിയിലെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ മധ്യവീർ സമിതിയിൽ ജോണാൻ്റെ വൈഫും ഉണ്ട്. ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട വ്യക്തികൾക്ക് ജോണാട്ട് ഉപദേശം കൊടുക്കാറുണ്ട്. അതേമാതിരി തന്നെ അവരുടെ ഓരോ ട്രീറ്റ്മെൻറ്റുകളും അവർക്ക് വേണ്ട ധ്യാനവും ക്ലാസ്സുകളൊക്കെ കൊടുക്കാനായിട്ട് ജോണാട്ടൻ വളരെയധികം പ്രയത്നിക്കാറുണ്ട്. അവർ സ്നേഹിതരും ചാരിറ്റബിൾ സിറ്റിയിലും ജോണാട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടി അവരുടെ
വൈഫും അദ്ദേഹം കൂടി ആത്മാർത്ഥമായിട്ട് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോണേട്ടനും ദൈവത്തിനും ഞങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ജോണേട്ടന് പ്രത്യേകമായി ഞങ്ങളുടെ നന്ദി. സാറിന് ഡിവൈൻ ധ്യാന കേന്ദ്രവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രമായിട്ട് അഗാധമായ ബന്ധമുണ്ട്. കാരണം അവിടുത്തെ എല്ലാ ശുശ്രൂഷകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. കൂടാതെ മാത്യു നായകനപ്പറമ്പിൽ അച്ഛൻ്റെ പേഴ്സണൽ ഡോക്ടറാണ്. 4 തവണ പല സന്ദർഭങ്ങളിലായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അത് എൻ്റേതല്ല, ദൈവം അതിനുള്ള അവസരങ്ങൾ തന്നു. പിന്നെ അതുപോലെ തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൊരു 300ഓളം പ്രേക്ഷിതരെയും സിസ്റ്റേഴ്സിന് എല്ലാം ഞാൻ അവർക്ക് അവരുടെ അസുഖങ്ങൾ മാറ്റാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നു. ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ജോർജ് മനക്കിലച്ഛനും മാത്യു നായ്ക്കൽ പറമ്പ് 2 പേരും എന്നെ പേഴ്സണലായിട്ട് അറിയും. അവരൊപ്പം ഇരുത്തി ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട്. അവരുടെ ശുശ്രൂഷകളിൽ കൂടുതൽ വളരാനും എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവർക്ക് വേണ്ടി അവരൊക്കെ വലിയ ഉയർന്ന സ്ഥലത്ത് എല്ലാം എത്തും ചെയ്തു. ഈശോയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥ ഈശോ മാറ്റിത്തരും. അത് നമ്മൾ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും സൗഖ്യം കിട്ടിയിരിക്കും. ഈ സൗഖ്യം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ചില ഇത് പറയുന്നത് അവർ അനുസരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്നൊക്കെ നിലനിൽക്കും. സ്വർഗസ്ഥനായ ചെല്ലാൻ പറയും. അങ്ങനെയൊക്കെ പല നിർദ്ദേശങ്ങളും കൊടുക്കും. പിന്നെ നിങ്ങളെ ഏറ്റവും വലിയ രോഗിയാകും ഒരു കാരണം ശത്രുക്കളോട് ക്ഷമിക്കാൻ പറയും. കാരണം ശത്രുക്കളോട് വൈരാഗ്യം വെച്ച് കഴിഞ്ഞാൽ ശത്രുവും രോഗിയാവും, നിങ്ങളും രോഗിയാവും. അപ്പോൾ 2 കൂട്ടർ രോഗിയാവുന്നതിന് പകരം ശത്രുവിനോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും അവനോട് പ്രാർത്ഥിച്ച് ക്ഷമിച്ചാൽ നിങ്ങൾ 2 പേരും വലിയ മാറാവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടും. അതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ആശയം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 പേർക്കും അസുഖങ്ങൾ മാറും. അല്ലെങ്കിലോ മാറാ രോഗിയായി തീരും, ഒരിക്കലും മാറില്ല. ആ ഒരു ഇതാണ് ഞാൻ ഉപദേശം കൊടുക്കാറുണ്ട്. സാറിൻ്റെ ജീവിതത്തിൽ ദൈവം വളരെ വ്യത്യസ്തമായൊരു കൃപാവരമാണ് സാറിന് തന്നത്. അനേകം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആശ്വസിപ്പിക്കുവാനുള്ള വലിയൊരു കൃപയാണ് തന്നത്. ഇത്തരം വലിയ കൃപ തന്ന് അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം സാറിൻ്റെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് സാറിന് നന്ദി പറയുന്നു. താങ്ക്സ്. നന്ദി. എല്ലാവർക്കും നന്ദി. ഈശോയ്ക്ക് പ്രത്യേകിച്ച് നന്ദി. വളരെ ലളിതമായ ജീവിതം സ്വയത്തമാക്കിയ സാറിനെ ദൈവം തൻ്റെ ശുശ്രൂഷയിൽ എത്രമാത്രം വളർത്തിയെന്നും സാർ മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു അനുഗ്രഹമായി തീർന്നുവെന്നും നാം ഈ പ്രോഗ്രാമിലൂടെ കണ്ടു കഴിഞ്ഞു. സാറിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.